തന്നെ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മൾ രാത്രി തുടർന്ന് ദൈവ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ചില മിനിറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ചോദിക്കുന്നു. എല്ലാവർക്കും ക്രിസ്തുവിൻ നാമത്തിൽ ഒരിക്കൽ കൂടെ വന്ദനം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങളായി നമ്മൾ തുടങ്ങിയ സമയം മുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വചന ഭാഗമാണ് എബ്രായർക്കെതിരെ 11-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം. ദൈവത്തിന്റെ സ്തോത്രം. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി നല്ലത് നമ്മൾ കരുതുന്ന ദൈവത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പല വിഷയങ്ങളും നമ്മളിതിനോട് ആഡായി നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി വ്യത്യസ്തമായ മറ്റൊരു ചിന്തയുമായി കടന്നു വരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നവനാണ്. സ്തോത്രം. ആ കരുതലുകൾ ഉണ്ടാകണമെങ്കിൽ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, അബ്രഹാമിനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കരുതലുകൾ ദൈവമക്കൾക്കുണ്ടാകും. അബ്രഹാമിന്റെ കൂടെ ഉണ്ടായിരുന്ന ഹാഗർ ദാസി അബ്രഹാം വിശ്വസിച്ചതുപോലെ സത്യദൈവത്തിൽ അവളും വിശ്വസിച്ചു, അവളും അനുസരിച്ചു. ഏലിയാവ് കെരീത് തോട്ടിൽ ദൈവത്തിന്റെ കരുതൽ കണ്ടു. സറാഫാത്തിൽ ദൈവത്തിന്റെ കരുതൽ കണ്ടു. അതെല്ലാം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായ ദൈവിക അനുഭവങ്ങളാണ് ഉണ്ടായത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയും, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ വചനത്തെ അനുസരിക്കുന്നത് കൊണ്ട് പലപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം, പ്രത്യേകിച്ച് കഷ്ടതയിലൂടെ പ്രതികൂലങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരുപാട് ദൈവമക്കൾ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത എത്രയോ ദൈവത്തിന്റെ കരുതലുകൾ അനുഭവിച്ചവരാണ് നാം. ഇനിയും അങ്ങനെ തന്നെ ദൈവം നിശ്ചയമായി ദൈവത്തിന്റെ കരുതലുകൾ നമുക്ക് കൊണ്ടുവരും. ആ കരുതലുകൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ വിശ്വാസം വേണം, ദൈവത്തോട് അനുസരണം വേണം. അപ്പോൾ തന്നെ റോമർക്കെതിരെ 12-ാമത്തെ വാക്യം വായിക്കുന്ന പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നാം നോക്കണം. ഹല്ലേലൂയ. യേശുവിനെ നോക്കിയാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ദൈവത്തിന്റെ സ്തോത്രം. യേശുവിനെ നോക്കിയാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഞാൻ പറയാം, യേശുവിനെ നോക്കിയാൽ നമുക്ക് എപ്പോഴും കാണുന്നത് ഒരു വാതിൽ എപ്പോഴും തുറന്നു കിടക്കുന്നതായി കാണുവാൻ കഴിയും. സ്തോത്രം. കാര്യം എന്നറിയാമോ? യേശു പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 10-7 വാക്യം പറഞ്ഞു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. കേട്ടോ, യേശുവിനെ നോക്കുന്നത് ഒരു വാതിൽ നോക്കുന്നതിന് തുല്യം. തുറന്നു കിടക്കുന്ന നന്മയുടെ കരുതലുകളുടെ ഒരു വാതിലാണ് യേശു. ഒരിക്കലും യേശു എന്ന വാതിൽ അവൻ കൊട്ടി അടയ്ക്കുകയില്ല. അവൻ എപ്പോഴും അത് തുറന്നിട്ടേക്കും. കാരണം ഈ വാതിൽ അടയുന്നൊരു ദിവസമുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ ഇന്ന് രാത്രി നമുക്ക് ആ വചനത്തെ ചിന്തിക്കാം. ഒന്ന്, യേശു രക്ഷയുടെ വാതിലാണ്. സർവ്വലോകത്തിനും സർവ്വജനതയ്ക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന രക്ഷയുടെ വാതിലാണ് യേശു. ഇന്ന് രാത്രി യേശു രക്ഷിക്കപ്പെടാത്ത, യേശുവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാത്ത, ഇതുവരെയും നിത്യതയെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഞാൻ താഴ്മയോട് വിനയത്തോട് നിങ്ങളോട് ഒരു ദൂത് പറയാം. നിത്യതയിൽ പോകുവാൻ, സ്വർഗത്തിൽ പോകാൻ ലോകത്തിൽ പല വാതിലുകളില്ല. ബൈബിൾ ശക്തമായി പഠിപ്പിക്കുന്ന ഒറ്റ വാതിലേ ഉള്ളൂ, അത് യേശു എന്ന വാതിലാണ്. അപ്പൊ ഈ വാതിൽ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിലാണ്. ശ്രദ്ധിക്കുന്ന മക്കളെ, ഈ വാതിൽ എല്ലാവർക്കും തുറന്നിട്ട്, അത് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. അവിടെ ദൈവത്തിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സന്നിധിയിൽ നാമായിരിക്കും. പത്രോസിന്റെ വാക്കുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കൊർന്നല്യോസിന്റെ വീട്ടിൽ പത്രോസ് എന്ന് പ്രസംഗിക്കുമ്പോൾ പത്രോസ് പ്രസംഗിച്ചതാണ്, ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ അവൻ സ്നേഹിക്കുന്നു. അതെ, ഈ വാതിലിലൂടെ ആർക്ക് വേണമെങ്കിലും കയറാം. പക്ഷെ ഈ വാതിൽ പ്രത്യേകത ഇച്ചിരി ഞെരുക്കവും പ്രയാസമാണ്. കാരണം ഈ വാതിലൂടെ നമ്മുടെ ഇഷ്ടങ്ങൾ കൊണ്ട് കയറാൻ പറ്റത്തില്ല. ഈ വാതിലിന്റെ മുൻപിൽ വരുമ്പോൾ നമ്മുടേതായ ഇഷ്ടങ്ങളെല്ലാം പുറത്തു വെച്ചിട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചുമന്നുകൊണ്ടാണ് പിന്നെ അങ്ങോട്ട് കയറുന്നത്. നമ്മളിങ്ങനെ ചിന്തിക്കാറുണ്ടല്ലോ, ദൈവത്തിന്റെ സ്തോത്രം, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് സൂചിക്കുഴയുടെ അകത്തൂടെ കടക്കുന്നതിന് തുല്യം. അവൻ അങ്ങനെ സൂചിക്കുഴ അകത്തൂടെ ഒട്ടകം കടന്നാൽ അങ്ങനെയാണ് ധനവാൻ. ദൈവത്തിന്റെ സ്തോത്രത്തിൽ ചരിത്ര പശ്ചാത്തലമുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യെരൂശലേമിൽ ഒരു വലിയ
വൻമതിലുണ്ട്. ആ മതിലിന്റെ വലിയ ഗേറ്റിന്റെ മെയിൻ ഡോറ് വൈകുന്നേരത്ത് സന്ധ്യയാവുന്ന 6 മണിയൊക്കെ ആവുമ്പോൾ സന്ധ്യയാവുമ്പോൾ അടച്ചു കളയും. പിന്നെ പുറത്തുനിന്നൊരു വ്യക്തിക്ക് അകത്തോട്ട് വരാൻ സാധ്യമല്ല. അപ്പൊ ബുദ്ധിമുട്ടാണ്. ദൈവത്തിന് സ്തോത്രം. സമ്പത്ത് കരുതിയോ ആടോ മാടോ ധനമോ എന്തെങ്കിലും കൊണ്ട് പുറത്തുനിന്ന് അകത്തോട്ട് കയറാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. കാര്യം 6 മണിക്ക് അത് അടച്ചു. കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ശല്യം മുഖാന്തരം ആ ഡോറങ്ങ് അടച്ചു കളയും. പിന്നെ കയറാൻ സാധ്യമല്ല. ഇനി പിന്നെ കയറാൻ സാധ്യതയുണ്ട് എന്ന് ചോദിച്ചാൽ ഈ മെയിൻ ഡോറിന്റെ തൊട്ടടുത്തായി ഒരു മനുഷ്യൻ കുനിഞ്ഞ് ഇഴഞ്ഞ് കയറി പോകുന്ന നിലവാരത്തിൽ ഒരു ചെറിയ ഹോളുണ്ട്, ഒരു ദ്വാരം. അതിലൂടെ പുറത്തുനിന്ന് വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കയറി പോകാൻ കഴിയൂ. താൻ കൊണ്ടുവരുന്ന വിലപിടിപ്പുള്ള യാതൊരു സാധനത്തെയും ഈ ഹോൾ വഴി കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനെ സൂചിവാതിൽ എന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് യേശു പറഞ്ഞത്, ധനവാൻ സ്തോത്രം കടക്കുന്നത് ഒട്ടകം ഈ സൂചിവാതിലൂടെ കടക്കുന്നതിന് തുല്യം പോലെയാണ് എന്ന് പറഞ്ഞാൽ സ്വത്രയുള്ളൂ ധനചിന്തയും ഈ ലോകത്തിന്റെ മോഹവും ആഡംബരങ്ങളും ഈ ലോകത്തിലെ മാത്രം സുഖവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായി ഈ സൂചിവാതിലൂടെ അകത്ത് കടക്കുവാൻ കഴിയുകയില്ല. രക്ഷ വേണോ, പ്രാണൻ വേണോ, നിന്റെ വിലപിടിപ്പുള്ള നീ കാണുന്ന വിലപിടിപ്പുള്ളെല്ലാം പുറത്തിട്ടിട്ട് ദൈവത്തിന് വിലപിടിപ്പായ നീ ഈ വാതിലൂടെ അകത്ത് കയറുക. ഇന്ന് രാത്രിയിൽ നിന്റെ വിലപിടിപ്പുള്ള നീ കണ്ടിരിക്കുന്ന നിന്റെ ധനം, സ്വത്ത്, നിന്റെ സമ്പത്ത്, നിന്റെ ജ്ഞാനം, നിന്റെ വിദ്യാഭ്യാസം, നിന്റെ ആരോഗ്യം, നിന്റെ കുടുംബശ്രേഷ്ഠ, നിന്റെ മഹിമ, നീ ഉയർത്തിക്കാണുന്ന സകലം ഇന്ന് രാത്രി ഈ വാതിലിന്റെ പുറത്തിട്ടിട്ട് രക്ഷയ്ക്കായി നിനക്ക് അകത്ത് കയറുവാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി പറയാം, യേശു എന്ന വാതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. രക്ഷിക്കപ്പെടുവാൻ 5-6 വാതിലുകളില്ല. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ അറിയപ്പെട്ട ഒറ്റ നാമം, അത് യേശുവിന്റെ നാമം. അതൊരു വാതിൽ, രക്ഷയുടെ വാതിൽ. യേശു രക്ഷയുടെ വാതിലാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ രക്ഷയുടെ വാതിലൂടെ അകത്ത് കയറുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ഈ വാതിൽ അടയാൻ സമയമായി. നോഹയുടെ പെട്ടകത്തിനകത്ത് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, വാതിൽ അടച്ചു. വലവിൽ നിന്ന് തട്ടി വെള്ളം, മഴ പെയ്തു, വെള്ളം പൊങ്ങി. പക്ഷേ എന്ത് ചെയ്തു? ഹല്ലേലൂയ, അത് പിന്നെ തുറന്നില്ല. ദൈവം തീരുമാനിക്കുന്ന അടുത്ത് തുറക്കണം. ഞാൻ പറയാം, ഒരിക്കൽ രക്ഷയുടെ വാതിൽ അടയും. വാതിൽ അടയുന്നതിന് മുമ്പേ രക്ഷയാകുന്ന പെട്ടകത്തിനകത്ത്, രക്ഷയാകുന്ന നിത്യതയ്ക്കകത്ത് യേശു എന്ന വാതിലൂടെ കയറുവാൻ ഇന്ന് രാത്രി താങ്കൾക്ക് ഒരു അവസരം ദൈവം തരികയാണ്. ദൈവം താങ്കളെ അതിനായി ഒരുക്കട്ടെ. അതിനായി താങ്കൾ ഒരുങ്ങൂ. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ ഈ ഹല്ലേലൂയ, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിയാൽ നമുക്കറിയാം, യേശു തന്നെ ഒരു വാതിലാണ്. യേശു തന്നെ പറഞ്ഞു, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ഇനി ശ്രദ്ധിക്കണം ദൈവമക്കളെ, ഒരു ദൈവമൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവമൈതലിനെ ഈ വാതിൽ ഭയങ്കര പ്രാധാന്യമുള്ള വാതിലാണ്. യേശു ഭയങ്കര വചനം പ്രാധാന്യമാണ്. കാരണം അത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്നെ അതിശയിപ്പിച്ച, എന്നെ പിടിച്ചു നിർത്തിയ ഒരു വാക്യമാണ്. കാരണം അർദ്ധരാത്രിയിൽ ഇതാ സംഹാരകൻ, ഇതാ ദൈവത്തിന്റെ സ്തോത്രം വരികയാണ്. അവൻ മിസ്രയീമിന്റെ മണ്ണിൽ സംഹാരകൻ കാലുകുത്തി. എബ്രായന്റെ കൂടാരങ്ങളിലും മിസ്രയീമിന്റെ കൂടാരങ്ങളിലും സംഹാരകൻ അരിച്ചു പറക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പക്ഷെ എബ്രായന്റെ ദൈവം ഒരു ദൂത് കൊടുത്തു, കുഞ്ഞാടിനെ അറുത്ത് കട്ടളമേലും കുറുമ്പടിമേലും തേക്കണം. അർദ്ധരാത്രി സംഹാരകൻ വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, എബ്രായന്റെ വീട്ടിൽ വന്നില്ലെന്നല്ല, എബ്രായന്റെ വീട്ടിൽ വന്നില്ല, എബ്രായന്റെ വീട്ടിലും വന്നു. രോഗം, ബാധ, വ്യാധി, അനർത്ഥങ്ങളെല്ലാം ദൈവങ്ങളുടെ വീട്ടിലൊക്കെ വരാം, ദൈവദാസന്മാർക്കും സംഭവിക്കാം. പക്ഷേ ഞാൻ നിങ്ങളുടെ ഒരു ദൂത് പറയാം ഇന്ന് രാത്രി. ബലപ്പെടാൻ, ശക്തിപ്പെടാൻ ഒരു ദൂത് പറയാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സംഹാരദൂതൻ എബ്രായന്റെ കൂടാരത്തിന്റെ അടുക്കൽ വന്ന് വാതിൽ ഒഴിഞ്ഞു പോയി. എബ്രായന്റെ വീട്ടിന്റെ വാതിൽ ഒഴിഞ്ഞു എന്ന് പറഞ്ഞാൽ, എബ്രായന്റെ വീട്ടിന്റെ വാതിൽ ഇന്നേക്ക് 2016 വർഷങ്ങൾക്ക് മുമ്പേ യേശു പറഞ്ഞ വാക്കുകൊണ്ട് മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങൾക്കോട് മിസ്രയീമിന്റെ മണ്ണിൽ ജനം 400 വർഷം അടിമത്തത്തിലെങ്കിലും അവിടെ നിന്നൊരു പുറപ്പാടിന് വേണ്ടി ദൈവം ഒരുക്കിയപ്പോൾ യേശു ക്രിസ്തു എന്ന വാതിൽ ഇതാ എബ്രായന്റെ വീട്ടിന്റെ മുൻപിലുണ്ടായിരുന്നു. വാതിലിന്റെ ചന്തം കണ്ടുപോയതല്ല, വാതിൽ യേശുവായിരുന്നു. കാരണം കുഞ്ഞാടിന്റെ രക്തം അതിന്മേലുണ്ട്. ഞാൻ പറയട്ടെ, വാതിൽ ഒഴിഞ്ഞു പോയി. ഈ രാത്രി യേശു നിന്റെ വാതിലാണെങ്കിൽ അവൻ ബാധകൾ നിന്നെ ഒഴിഞ്ഞു പോകും, രോഗങ്ങൾ നിന്നെ ഒഴിഞ്ഞു പോകും, അനർത്ഥങ്ങൾ നിന്നെ ഒഴിഞ്ഞു പോകും, പ്രശ്നങ്ങൾ നിന്നെ ഒഴിഞ്ഞു പോകും, പ്രതികൂലങ്ങൾ നിന്നെ ഒഴിഞ്ഞു പോകും. നിന്നെ തകർക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഈ രാത്രി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന, ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്ന, പ്രതികൂല
അവന്റെ പേരാ യേശു. ആടുകളുടെ വാതിലായ യേശു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഹല്ലേലൂയ. ഇതിനുള്ള ഉറപ്പ് നമുക്കിത് രാത്രി ഉണ്ടാകും. യേശുവിന്റെ വാതിലാണ്. അവന്റെ രക്തത്തിന്റെ കട്ടളമേൽ കുറുമ്പടിമേലുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ല. ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വാതിൽ ഒഴിഞ്ഞ് സംഹാരകൻ പോയി. സംഹാരകൻ ദൈവത്തിന് നാശം വിതയ്ക്കാൻ വന്നതാ. പക്ഷേ എബ്രാഹിമിന്റെ കൂടാരത്തിൽ നിന്ന് നാശം മാറിപ്പോയി, നിലവിളി മാറിപ്പോയി. ഇസ്രായേലിന്റെ കൊട്ടാരം മുതൽ കുടി വരെ നിലവിളി ഉയർന്നു. ആദ്യജാതൻ എടുക്കപ്പെട്ടു. ഇത് രാത്രി ദൈവത്തിന് സ്തോത്രം. ആദ്യജാതൻ എടുക്കപ്പെട്ടു. ഇത് രാത്രി വിളിച്ചു പറയട്ടെ, അവൻ വാതിൽ ഒഴിഞ്ഞു പോയി. എബ്രാഹിമിന്റെ വാതിലിന്റെ പ്രത്യേകത, എബ്രാഹിമിന്റെ വാതിൽ ഏത് തടിയൊന്നും ഉണ്ടാക്കിയതുകൊണ്ടല്ല. ഇത് രാത്രി പറയട്ടെ, നീ വീട്ടിൽ സ്വന്തമായി കിടന്നുറങ്ങുന്നത് നീ ഏത് സിമന്റ് കൊണ്ട് ഉണ്ടാക്കിയ വീടെന്നുള്ളത് നല്ല വിഷയം, ഏത് ടൈൽ കിടന്നുറങ്ങുന്ന വിഷയം. നല്ല വില കൂടിയ പട്ടി നായ്ക്കൾ നിന്റെ വീട്ടിൽ സംരക്ഷണം ഉള്ളത് കൊണ്ടല്ല നീ സുഖമായി കിടന്നുറങ്ങുന്നത്. നിന്റെ നാട്ടിൽ പലരും ബാധകളാൽ ന്യായവിധികളാൽ തകർന്നു പോയപ്പോൾ നീ സ്വസ്ഥമായി കിടന്നുറങ്ങിയതും ഇന്ന് സ്വസ്ഥമായി ജീവിക്കുന്നതും നിന്റെ മെരിറ്റല്ല, നിന്റെ യോഗ്യതയല്ല, നിന്റെ കഴിവുകളല്ല, മറിച്ച് നിനക്ക് വേണ്ടി കാവലായി ഒരു വാതിൽ നിൽപ്പുണ്ട്. ആ വാതിൽ ഒഴിഞ്ഞ് സംഹാരത്തിൽ പോയി. ഇതിനകത്ത് വിശ്വസിക്കാൻ പറ്റുമോ? എന്റെ സംരക്ഷണം എന്റെ യേശുവാണ്. എന്റെ സംരക്ഷണം എന്റെ യേശുവാണ്. ശിവസൈനികൻ പ്രാർത്ഥിക്കും, എന്റെ സംരക്ഷണം യേശുവാണ്. വാതിലൊഴിഞ്ഞു പോയി. ആര്? സംഹാരകൻ. സ്തോത്രം. ഞാൻ മറ്റൊരു ദൂതിലേക്ക് വരട്ടെ. 1 കൊരിന്ത്യർ 16-19 വാക്യം. രാത്രി എനിക്ക് പറയാം ശുശ്രൂഷകന്മാരോടാണ്, ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവമക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഇരിക്കുന്ന വാക്യങ്ങളോട്, എനിക്ക് വലിയതും വിശാലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, ഈ പ്രതികൂല സന്ധി കഴിഞ്ഞ് പ്രതികൂലങ്ങളുടെ ഇടയിൽ എഫെസോസിന്റെ മണ്ണിൽ കാൽ വെക്കുവാൻ പൗലോസ് എത്രയോ നാളുകൾ കൊണ്ട് ആഗ്രഹിക്കുന്നു. പൗലോസ് എത്രയോ നാളുകൾ കൊണ്ട് തിരികെ പ്രാർത്ഥിക്കുന്ന എഫെസോസിന്റെ മണ്ണിൽ എനിക്കൊന്ന് മുട്ടുകുത്തി ദൈവത്തിന്റെ വേല ചെയ്യണം. നടക്കുന്നില്ല. 3.5 വർഷം കൊണ്ട്, ദീർഘവർഷം കൊണ്ട് പൗലോസ് ആഗ്രഹിക്കുന്നു എഫെസോസിന്റെ മണ്ണിൽ ദൈവത്തിന്റെ വേല ചെയ്യാൻ. നടക്കുന്നില്ല. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ഏതാ പൗലോസ് പറയുന്നു, വലിയതും സഫലവുമായ ഒരു വാതിൽ എനിക്ക് വേണ്ടി, ഒരു കുടുംബം പൗലോസിന് വേണ്ടി ഒരുക്കപ്പെട്ടു. ഇതിനകത്ത് ഞാൻ പറയട്ടെ, അടഞ്ഞു കിടക്കുന്ന പട്ടണങ്ങളുടെ നടുവിൽ ഇറങ്ങിച്ചെല്ലാൻ ദൈവം നിനക്ക് വേണ്ടി വലിയതും വിശാലവും സഫലവുമായ വാതിൽ തുറക്കാൻ പോകുന്നു. വിശ്വസിക്കാൻ കഴിയുമോ ദൈവദാസന്മാരെ? പട്ടണങ്ങളുടെ വാതിൽ, രാജ്യങ്ങളുടെ വാതിൽ, ഗ്രാമങ്ങളുടെ വാതിൽ, നിന്റെ മുന്നിൽ കൊട്ടിയിട പ്പെട്ട വാതിലുകൾ ഈ ദിവസങ്ങൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നു. വിശ്വസിച്ചത് രാത്രി ഏറ്റെടുക്കാൻ തയ്യാറാണോ? വലിയതും വിശാലവുമായ ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നു കിടക്കും. യെസ്, നമുക്ക് അതിലേക്ക് വരും ദിവസങ്ങളിൽ പ്രവേശിക്കാം. ഇതിലൂടെ അനേകായിരങ്ങൾ ദൈവത്തിന് വേണ്ടി നിത്യതയിൽ പ്രവേശിപ്പാൻ തക്കവണ്ണം, ഇതിലൂടെ നമുക്ക് ശുശ്രൂഷകളെ വ്യാപിപ്പാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കി തീർക്കുമാറാകട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്തവളെ എഴുതിയിരിക്കുകയാണ്, ഇതാ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, ആർക്കും അടച്ചുകൂടാ. ഹല്ലേലൂയ. ഞാൻ തുറന്നാൽ ആരടയ്ക്കും, ഞാൻ അടച്ചാൽ ആദ്യം തുറക്കും. ഇന്ന് രാത്രി പറയട്ടെ, ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ മുൻപിൽ ഒരു വാതിൽ, നീ ഒരു വാതിലും കാണുന്നില്ലല്ലേ? ഒരു നന്മയും നിന്റെ മുൻപിലില്ല അല്ലേ? പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയാം, യേശുവിനെ നോക്കിയാൽ മതി. ഇല്ലാത്ത വാതിലല്ല അതിനകത്തുണ്ട്. യേശു വാതിൽ, അവിടെ നന്മ. ഇതോ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കാം. അവനാണ് വാതിൽ. അതിനകത്ത് ഒരുപാട് നന്മയുടെ വാതിലുണ്ട്, ഒരുപാട് അനുഗ്രഹത്തിന്റെ കരുതലുകളുണ്ട്. ആ യേശു എന്ന വാതിലൂടെ ഈ രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. അതെ, അവൻ നമുക്ക് വേണ്ടി നല്ലതൊന്ന് മുൻകരുതി വെച്ചിരിക്കുന്നു. ഈ രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവത്തിന്റെ സ്തോത്രം. യേശു ക്രിസ്തു എന്ന രക്ഷയുടെ വാതിലൂടെ അകത്ത് കയറിയെങ്കിലും ദൈവത്തിൽ നിന്ന് നാം നശിക്കാതിരിക്കുന്നത് യേശു എന്ന വാതിൽ ഇപ്പോഴും നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ടാണ്. പലപ്പോഴും രോഗങ്ങൾ, ബാധകൾ, പ്രശ്നങ്ങൾ വാതിൽ ഒഴിഞ്ഞു പോവുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ശുശ്രൂഷകന്മാരെ, അവൻ വലിയതും വിശാലവുമായ ഒരു വാതിൽ ശുശ്രൂഷ നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. ഒരു നന്മയും നിന്റെ മുമ്പിൽ കാണാനില്ലയോ? യേശു ക്രിസ്തു എന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്ക്. നിനക്ക് ഓരോ ദിവസം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലേ? യേശുവിനെ നോക്ക്. അതിനകത്ത് വാതിലുണ്ടെന്നേ. അവൻ നിന്റെ മക്കളെ വിവാഹം കഴിക്കാൻ പറ്റാതെ
വാതിൽ, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ ബുദ്ധിമുട്ട് ഏത് വാതിലും നീ യേശുവിനെ നോക്ക്, ദൈവം വാതിലുകൾ തുറന്നു തരും. ഉപജീവന മാർഗമില്ലാതെ മണിക്കൂറുകൾ, ദീർഘ ദിവസങ്ങൾ, മാസങ്ങൾ വീട്ടിനകത്ത് റൂമിനകത്ത് കുത്തിയിരിക്കുകയാണോ, ഇന്ന് രാത്രി യേശുവിനെ നോക്ക്, നിനക്ക് വാതിൽ തുറന്നു വരുന്നത് കാണും. ദൈവത്തിന്റെ സ്തോത്രം. കടബാധ്യത കൊണ്ട് എല്ലാ 4 സൈഡിൽ കെട്ടിയടക്കപ്പെട്ട് ഇനി എനിക്കൊരു വാതിലില്ല എന്ന് ചിന്തിക്കുന്നു, ഭാരപ്പെടുന്നത് യേശുവിനെ നോക്ക്, നിനക്ക് വേണ്ടി ചില കരുതലുകൾ എന്റെ ദൈവം ചെയ്യുന്നത് കാണുവാൻ കഴിയും. എല്ലാ ശുശ്രൂഷയും അടഞ്ഞ് എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് ഈ ശുശ്രൂഷയുണ്ടോ എന്ന് ഒരിക്കലും നീ പറഞ്ഞിരിക്കരുത്. നീ യേശുവിനെ നോക്ക്, അവൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ ഇന്ന് രാത്രി തുറക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ദൈവമൈതലേ, അങ്ങനെ എല്ലാ നന്മകളും ഉണ്ടായിരുന്നു, പക്ഷേ ഞാനിപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്നു, ആരും എന്നെ എടുക്കില്ല. ഹല്ലേലൂയ, ഞാൻ ഏകാന്തയായി ഒറ്റപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? യേശുവിനെ നോക്ക്, നിനക്കൊരു വാതിൽ തുറന്നു വരുന്നത് കാണും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു, ദൈവത്തെ യേശുവിനെ നോക്കിയാൽ നിനക്ക് പുതിയ വാതിലുകളെ തുറന്നു തരുന്നത് കാണും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. യെസ്, നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് കാര്യവും അസാധ്യമല്ല, അവന് സകലതും സാധ്യമാണ്. അവന്റെ മുൻപിൽ ഇന്ന് രാത്രി ഇവിടെ കണ്ണുകൾ അടയ്ക്കാം.